തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. തോറ്റ കെ മുരളീധരന്റെ അനുയായികളും DCCയിലെ സാരഥികളും തമ്മിൽ ഏറ്റുമുട്ടി അല്പം മുൻപ്. പ്രസിഡന്റ് ജോസ് വള്ളൂരിനും സംഘത്തിനുമെതിരെ ആയിരുന്നു ആരോപണം. തൃശൂർ DCC ജനറൽ സെക്രട്ടറിയും അനുയായിയുമായ എന്നെ കാണിക്കുന്നതിന് പകരം ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുക. തൃശൂർ DCC ജനറൽ സെക്രട്ടറിയും അനുയായിയുമായ സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് പൊട്ടിക്കരച്ചിലടക്കമുള്ള രംഗങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. DCC ഓഫീസിൻ്റെ താഴത്തെ നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. നിലവിൽ പരാതി ലഭിക്കാത്തതിനാൽ പോലീസ് പിൻവാങ്ങി എന്ന് പറയുന്നു. ഈ പ്രശ്നം 3 ദിവസം മുൻപേ ആരംഭിച്ചതാണ്. അത് ഇപ്പോൾ ആളിക്കത്തി ഈ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. 3 ദിവസം മുമ്പേ തൃശ്ശൂരിലെ DCC ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മതിലുകളിൽ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരുന്നു. പോസ്റ്ററുകൾ ഒട്ടിക്കുകയും അത് കീറി മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ കെ മുരളീധരനെ അനുകൂലിക്കുന്നവർ അവിടുത്തെ DCCയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള പോസ്റ്റർ യുദ്ധം നടത്തിയിരുന്നു. അത് കീറി മാറ്റുകയും ചെയ്തിരുന്നു. മതിലുകളിൽ പോസ്റ്ററുകളിൽ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം ഇപ്പോൾ DCC ഓഫീസിൻ്റെ 1-ാം നിലയിലും 2-ാം നിലയിലുമായിട്ട് കയ്യാങ്കളി എന്നുള്ള നിലയ്ക്കും പിന്നീട് കൂട്ടത്തല്ലിലേക്കും മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ, നീയാണല്ലേ ഈ പോസ്റ്ററിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് DCC ജനറൽ സെക്രട്ടറിയും കെ മുരളീധരൻ്റെ അനുയായിയുമായ സജീവൻ കുര്യച്ചിറയുടെ കൂടെ വന്ന ആളെ കയ്യേറ്റം ചെയ്തു എന്നും അതിനെ തുടർന്ന് സജീവൻ കുര്യച്ചിറ ഇടപെടുകയും സജീവൻ കുര്യച്ചിറയും DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ കുര്യച്ചിറയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ആ വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറി എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും DCC സെക്രട്ടറിയെ പിടിച്ചു തള്ളി എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ കുത്തിരിപ്പ് സമരം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അനീഷ് ആന്റണി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. അനീഷ് ആന്റണി. ബനേഷ്, അല്പം മുമ്പാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടത്തല്ലുണ്ടായത്. അതിനു മുൻപ് ഈ കൂട്ടത്തല്ലിന് കാരണമായത് DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറ, അതുപോലെ തന്നെ മറ്റ് DCC സെക്രട്ടറിയായ കല്ലൂർ ബാബു തുടങ്ങിയവർ DCC ഓഫീസിലെ 1-ാം നിലയിലേക്ക് കയറുമ്പോഴാണ് ഈ ആദ്യമുണ്ടായ ഉന്തും തള്ളുമുണ്ടായത്. മുകളിലെ നിലയിൽ നിന്ന് വന്ന DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും സജീവൻ കുര്യച്ചിറയെയും കല്ലൂർ ബാബുവിനെയും ഉൾപ്പെടെയുള്ളവരെ ഉന്തുകയും തള്ളുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ആണ് സജീവൻ കുര്യച്ചിറ ആദ്യം ആരോപിച്ചത്. തുടർന്ന് അദ്ദേഹം താഴെ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ വിവരം നേരെ കെ മുരളീധരനെ ഫോണിൽ വിളിച്ചറിയിച്ചു. കെ മുരളീധരൻ ഈ വിവരം KPCC പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്കും അടിയിലേക്കും എത്തിയത്. തുടർന്ന് കെ മുരളീധരന്റെ അല്ലെങ്കിൽ സജീവൻ കുര്യച്ചിറ ഭാഗത്തുള്ള ആളുകൾ DCC ഓഫീസിലേക്ക് എത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും മേലെ 1-ാം നിലയിൽ തുടരുകയാണ്. ഈ ഇരു വിഭാഗവും വീണ്ടും ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ഉന്തും തള്ളും തുടങ്ങിയ സംഭവം പറഞ്ഞ് വീണ്ടും വാക്കുതർക്കമായി വീണ്ടും ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയും കയ്യാങ്കളിയും അടിയും ഒക്കെ ഉണ്ടാവുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്കറിയാം, തൃശ്ശൂരിലെ കെ മുരളീധരന്റെ വലിയൊരു തോൽവി തൃശ്ശൂർ DCC നേതൃത്വത്തെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. കെ മുരളീധരൻ തന്നെ പരോക്ഷമായി DCC നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു തോൽവി തൃശ്ശൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, താൻ ഇനി മത്സരരംഗത്തേക്കില്ല, താൻ ഇനി പാർട്ടിയുടെ ഒരു സ്ഥാനങ്ങളിലേക്കുമില്ല, സാധാരണ ഒരു പ്രവർത്തകനായി തുടരുകയാണ്. വടകരയിൽ മത്സരിച്ചെങ്കിൽ ഞാൻ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു. എന്നെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ച് കുരുതി കൊടുക്കുകയായിരുന്നു നേതൃത്വം. ഞാൻ ആ കുരുതിക്ക് നിന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അതിൽ താൻ ഖേദിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ മുരളീധരൻ കോഴിക്കോട്ടേക്കും മടങ്ങി. ഇതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി TN പ്രതാപനെതിരെയും ജോസ് വള്ളൂരിനെതിരെയും ഇന്നിപ്പോൾ MP വിൻസെന്റ്, അനിൽ അക്കര, IP പോൾ തുടങ്ങിയവർക്കെതിരെയും ഒക്കെ
പതുക്കെ തൃശൂർ DCCയുടെ മുന്നിലും തൃശൂർ പ്രസ് ക്ലബിന്റെ മുന്നിലും വരെ പോസ്റ്റർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി, പോസ്റ്റർ പതിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പോസ്റ്റർ യുദ്ധമാണ് ഇപ്പോൾ ഉന്തിലും തള്ളിലും അതിനെ തുടർന്നുള്ള കൂട്ടത്തല്ലിലും കലാശിച്ചത്. പ്രവർത്തകർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് തൃശ്ശൂരിൽ ഉണ്ടായത്. തൃശ്ശൂരിലെ പ്രവർത്തകർക്ക് മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഈ 18 സീറ്റിന്റെ വിജയിച്ചതിന്റെ ശോഭ കെടുത്തുന്ന ഒരു സംഭവമാണ് തൃശ്ശൂരിലെ തോൽവി. ഈ തോൽവിയെ തുടർന്ന് ഇന്നുണ്ടായ കൂട്ടത്തല്ലാണ് അതിലും വലിയ നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു സംഭവം. എന്തായാലും ഇപ്പോൾ ഇരു വിഭാഗമായി തൃശ്ശൂർ DCCയിൽ നിൽക്കുകയാണ്. ജോസ് വള്ളൂരും സംഘവും മേലെ നിൽക്കുകയാണ്. ഈ കെ മുരളീധരന്റെ അനുയായിയായിട്ടുള്ള ഈ സജീവൻ കുര്യച്ചിറൻ സംഘവും താഴെ ഉണ്ട്. ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതോടെ നിരവധി പേരാണ് ഇരു വിഭാഗത്തിന്റെയും DCC ഓഫീസിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അവിടെയുണ്ട്. സജീവൻ കുര്യച്ചിറ താഴെ കുത്തിയിരിപ്പ് നടത്തുകയാണ്. ഇനിയും ഒരു പക്ഷേ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോയേക്കാം. കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിയേക്കാം. എന്തായാലും ഇപ്പോൾ രംഗം ശാന്തമാണ്. ഈ കൂട്ടത്തല്ലിന് ശേഷം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടത്തല്ല് ഉണ്ടായത്. ഈ പോസ്റ്റർ വിവാദത്തിനൊക്കെ പിന്നിൽ ഈ സജീവൻ കുര്യച്ചിറയും കൂടെയുള്ള അനുയായികളാണെന്നുള്ളൊരു ധാരണ ഈ KPCC DCC പ്രസിഡന്റിനും സംഘത്തിനുണ്ട്, മറ്റു വിഭാഗത്തിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ ആദ്യം ഉന്തും തള്ളും ഉണ്ടായി, പിന്നീട് അത് കൂട്ടത്തല്ലിൽ കലാശിച്ചു. എന്നാലും വലിയൊരു നാണക്കേട് തൃശ്ശൂരിൽ ഉണ്ടാക്കുന്ന, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം, തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തൃശ്ശൂർ DCCയിൽ ഉണ്ടായിട്ടുള്ളത്. കൂട്ടത്തല്ല് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രംഗം ശാന്തമാണ്. പക്ഷേ ഇരു വിഭാഗവും മുകളിലും താഴെയുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. സജീവൻ കുര്യച്ചിറ താഴെ തന്നെ DCC ഓഫീസിന്റെ അങ്കണത്തിൽ താഴെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്. രംഗം ശാന്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇരു വിഭാഗവും അങ്ങോട്ട്, മുകളിലുള്ളവർ താഴേക്ക് ഇറങ്ങിയാൽ എന്തു സംഭവിക്കാം, വീണ്ടും ഒരു അടിയിലേക്ക് പോയേക്കാം. പക്ഷേ പോലീസ് ഉണ്ട്. പോലീസ് ഇടപെട്ടിപ്പോൾ രംഗം ശാന്തമാക്കി നിർത്തിയിരിക്കുകയാണ് ബനേഷ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും അതിൻ്റെ 1-ാം നിലയിലേക്ക് കയറിയിരിക്കുന്നത് താഴെ നടന്ന കയ്യാങ്കളി പിന്നീട് കൂട്ടത്തല്ലായപ്പോൾ കൂടുതൽ അടി കിട്ടാതിരിക്കാൻ പേടിച്ചിട്ടാണോ, അതോ രണ്ടുപേരും തമ്മിൽ അടിയാവാതിരിക്കാൻ ഒരു വിഭാഗത്തെ മുകളിലേക്കും മറ്റൊരു വിഭാഗത്തെ താഴേക്കും ആക്കിയതാണോ? അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ DCC പ്രസിഡന്റിന്റെ പ്രതികരണം തേടാനായി ചെന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ താൻ പ്രതികരിക്കാനില്ല, താൻ മറ്റൊരു ഓൺലൈൻ മീറ്റിംഗിലാണ് എന്നാണ് പറഞ്ഞത് മാധ്യമങ്ങളോട്. അതിനുശേഷമാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ വന്നത്. ഒരു വിഭാഗം മേലെയും ഒരു വിഭാഗം താഴെയുമായി ഇപ്പോൾ നിലകൊള്ളുന്നു. ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് DCC ഓഫീസിലേക്ക്. ഈ സംഭവം വാർത്തയായതോടുകൂടി എന്തായാലും രംഗം ഇപ്പോൾ നിലവിൽ ശാന്തമാണ്. പക്ഷേ ഇനി അവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടാകും എന്ന് ആർക്കും പറയാൻ. പോലീസ് ഉണ്ട്. 2 വണ്ടി ജീപ്പ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ശാന്തമാണ് രംഗം. എന്തായാലും ഈ കെ മുരളീധരന്റെ തോൽവിയോടെ തൃശ്ശൂർ DCCയിൽ ഉണ്ടായ പ്രത്യാഘാതം വളരെ വലുതാണ്. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസുകാരുടെ ഉള്ളിലുണ്ടായ വിഷമം വലുതാണ്. ഈ 18 സീറ്റ് ലഭിച്ചതിന്റെ ശോഭ കെടുത്തുന്ന ഒരു തരം ഇതായി പോയി തൃശ്ശൂരിലെ തോൽവി. ഈ തോൽവി വലിയൊരു ക്ഷീണം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ഉണ്ടാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു കൂട്ടത്തല്ല്. ഇത് വലിയൊരു വിഷമമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊന്നും പെടാതെ മാന്യമായി പ്രവർത്തിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ. ഇവർക്ക് ഉൾപ്പെടെ അനീഷ് ആന്റണി അടി പൊട്ടിയപ്പോൾ കെ മുരളീധരനെ ആരോ വിളിച്ചു എന്ന് അനീഷ് ആന്റണി സൂചിപ്പിക്കുകയുണ്ടായി. അത് കെ മുരളീധരന്റെ അനുയായിയായ DCC ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ കുര്യച്ചിറ തന്നെയാണോ? ബനേഷ്, സജീവൻ കുര്യച്ചിറ തന്നെയാണ് നേരിട്ട് ഫോണിൽ കെ മുരളീധരനെ ഇവിടെ അടി പൊട്ടിയപ്പോഴല്ല വിളിച്ചത്. അതിന് മുന്നുണ്ടായ ഉന്തും തള്ളും കഴിഞ്ഞപ്പോഴാണ് നേരെ ഈ തന്നെ DCC പ്രസിഡന്റ് നേതൃത്വമുള്ള സംഘം തള്ളി തന്നെ ഇവിടെ കയ്യാങ്കളി ഉണ്ടായി. ഈ വിവരം നേരെ കെ മുരളീധരനെ ഫോണിൽ വിളിച്ചറിയിച്ചത് സജീവൻ കുര്യച്ചിറാണ്, DCC സെക്രട്ടറി. സജീവൻ കുര്യച്ചിറ ഉടൻ കെ മുരളീധരനെ വിളിച്ചപ്പോൾ കെ മുരളീധരൻ ഈ വിവരം KPCC പ്രസിഡന്റിന് ധരിപ്പിച്ചിട്ടുണ്ട്. അവർ എന്താണ് ഇതിൽ തീരുമാനമെടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ വിവരം KPCC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തല്ലിന് മുന്ന് തന്നെ ഈ വിവരം എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ വലിയൊരു കൂട്ടത്തല്ല് അതും DCC ഓഫീസിനുള്ളിൽ ഉണ്ടായത്. ബനീഷ്.
ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുക, അതിൻ്റെ ശബ്ദവും കേൾപ്പിക്കുക. ഇത് നേരെ ലഭിച്ച ദൃശ്യങ്ങളായതുകൊണ്ട് ഇതിൽ അസഭ്യവാക്കുകളോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുട്ടികളോ മറ്റോ ഉണ്ടെങ്കിൽ, പ്രായപൂർത്തിയാകാത്തവരുണ്ടെങ്കിൽ അവർ മറ്റു മുറികളിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാണാം.